ഏവർക്കും ഡിജി ഡയറിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളിപ്പോൾ 33 പേരായി. ഒരുപാട് സന്തോഷം. ഐശ്വര്യപൂർണമായ ഓണത്തെ വരവേൽക്കാൻ അത്തം വന്നെത്തി. എല്ലാവരും പൂക്കളമിട്ടില്ലേ? എന്തു ചോദ്യാലേ! മലയാളിയാണ് ഓണം ആഘോഷിക്കും, പൂക്കളമിടും, സദ്യ ഉണ്ണും. അതൊരു സന്തോഷമാണ്, ഒരു വർഷത്തെ കാത്തിരിപ്പ്. പൂക്കൾ വാങ്ങാൻ കിട്ടുന്ന, റെഡിമെയ്ഡ് പൂക്കളം കിട്ടുന്ന ഇക്കാലത്ത് പഴമയും പറഞ്ഞിരിക്കാന്ന് പറയരുത്. പഴയ കാര്യങ്ങൾ ഓർക്കുന്നത് ഒരു സുഖമല്ലേ? ചാണകമെഴുകാൻ മടിച്ചാണെങ്കിലും പൂക്കളം അത് നിർബന്ധ. ഞങ്ങളുടെ ഇടയിൽ ഒരു മത്സരം കൂടിയുണ്ട്. ഏറ്റവും ഭംഗിയുള്ള പൂക്കളം ആരുടെയാ, ഏറ്റവും വേഗം കഴിയുന്നത് ആരുടെയാ എന്നല്ല. അന്നാരും ഉപ്പിൽ നിറം ചേർത്ത് ഉപയോഗിച്ചിരുന്നില്ല. പറമ്പിലും മറ്റുമുള്ള പൂക്കൾ കൂടുതലുള്ളവർ കുറവുള്ളവർക്ക് കൊടുക്കും. തലേന്ന് തന്നെ പൂ പൊട്ടിച്ച് വെള്ളം തെളിച്ച് വാഴയിലയിൽ പൊതിഞ്ഞു വെക്കും. പൂക്കളമിട്ട് കഴിഞ്ഞാൽ കൂട്ടുകാരുടെ പൂക്കളം കാണാൻ ഓടും. കുറ്റം പറയണ്ടേ? ഇതെല്ലാം കഴിഞ്ഞ് സ്കൂളിലേക്കൊരോട്ടം. പരീക്ഷ എഴുതണം. തിരികെ വരുന്നത് വരെ ടെൻഷനാണ്. പൂ കരിഞ്ഞിട്ടുണ്ടാവോ, മഴയത്ത് ഒലിച്ചു പോയോ, ഇനി കോഴി എങ്ങാനും ചിക്കിക്കളഞ്ഞോ എന്ന് വരെ ചിന്തിക്കും. ഉച്ച തിരിഞ്ഞ് പൂക്കളെല്ലാം പെറുക്കി കളയണം. ചൂല് കളത്തിൽ തുടരുതെന്നാണ്. നാളുകൾ കാണാപ്പാടമാണെങ്കിലും മൂലക്കളവും തൃക്കേട്ടയും പ്രത്യേകം ഉറപ്പുവരുത്തും. അന്ന് പൂക്കളെ തൊട്ട് ചെടികളെ തൊട്ട് അവരെ അറിയാമായിരുന്നു. ഏറ്റവും ക്ഷമ വേണ്ടതും ശ്രദ്ധിക്കേണ്ടതും മുക്കുറ്റിപ്പൂവിനോടാണ്. അമർത്തി പിടിച്ച പൂവ് ചമ്മന്തിയാവും. പിന്നെ തുമ്പപ്പൂ. നാളെയും പൂ തരാൻ മൂപ്പര് റെഡിയാണ്. അതനുസരിച്ച് പൂന്നുള്ളണം. അങ്ങനെ പലതും. പഴമയും പുതുമയും നമുക്ക് വേണം. ആഘോഷങ്ങളുടെ പോസിറ്റീവ് എനർജി നമ്മുടെ എനർജിയെ ഉയർത്തും. അടുത്ത ദിവസം അടുത്ത ഓർമ്മയുമായി വരാം. അതുവരേക്കും ബൈ.